ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്ന് പറയുന്ന 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ബർദോളി പെസൻറ്റ് മൂവ്മെൻറ്റ് മുതലുള്ള ആ ഒരു ഭാഗങ്ങളാണ്, തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ബർദോളി പെസൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ബർദോളി സത്യാഗ്രഹമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 1928 1928. In 1928, Bardoli in Gujarat became the site for a significant peasant movement. The movement was led by Sardar Vallabhbhai Patel. Abbas Tyabji and Vithalbhai Patel also played a major role in the movement. അപ്പോൾ 1928 ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത്. ഗുജറാത്തിലെ ബർദോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത്. അതുകൊണ്ടാണ് ബർദോളി സത്യാഗ്രഹം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടത്. അപ്പോൾ ഇതെന്താണ്, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻറ്റ് പെസൻറ്റ് മൂവ്മെൻ്റ് ആണ്, ഒരു കർഷക സമരമാണ് ഈ ഒരു ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കർഷക സമരം നയിച്ചിരുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് രണ്ട് പേരുകൾ അബ്ബാസ് ത്യാബ്ജി, വിഥൽഭായ് പട്ടേൽ എന്നിവരും എന്തായിരുന്നു, ഈ ഒരു മൂവ്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾക്കാരായിരുന്നു. ഇനി ദ മെയിൻ കോസ് ഓഫ് ദ അജിറ്റേഷൻ വാസ് ഇൻക്രീസ് ഇൻ ടാക്സ്. ഈ ഒരു അജിറ്റേഷൻ, ഈ ഒരു സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ടാക്സിലെ ഉണ്ടായ ഒരു ഇൻക്രീസാണ്. അതായത് ഗവൺമെൻറ്, ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ടാക്സ് കൂട്ടി. അപ്പോൾ ആ ഇതായിരുന്നു ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പെസൻറ്റ് ലോഞ്ച്ഡ് എ പ്രൊട്ടസ്റ്റ് റെഫ്യൂസിങ് ടു പേ ദ ടാക്സ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ ഒരു കൂട്ടിയ ടാക്സ് അടക്കില്ല എന്ന് പറഞ്ഞ ആര് സമരം ചെയ്തു? പെസൻസ് ഒരു സമരം ആരംഭിച്ചു. ദ ഗവൺമെൻറ് സീസ് ദ പെസൻസ് ലാൻഡ്, ഡൊമസ്റ്റിക് ആനിമൽസ്, വെഹിക്കിൾസ് ആൻഡ് അഗ്രികൾച്ചർ ടൂൾസ്. അപ്പോൾ ഇതിന് പ്രതികാരമായിട്ട് ഗവൺമെൻറ് പെസൻസിൻ്റെ, കർഷകരുടെയൊക്കെ എന്ത് ചെയ്തു, വസ്തുക്കളും ഈ വളർത്തു മൃഗങ്ങളെയും വെഹിക്കിൾസിനെയും അഗ്രികൾച്ചർ ടൂൾസിനെയും എല്ലാം സീസ് ചെയ്തു, പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്ട്രക്റ്റഡ് ദ അജിറ്റേറ്റേഴ്സ് പുൾ യുവർ കോട്ട്സ് ടു പീസസ് ആൻഡ് കീപ്പ് ഇറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ ഇതൊക്കെ കണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്നുണ്ട്, എന്താണ്, പുൾ യുവർ കാർഡ്സ് ടു പീസസ് ആൻഡ് കീപ്പ് ഇറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. അതായത് എന്താണ്, നിങ്ങളുടെ ഈ വണ്ടികളൊക്കെ, അതായത് ഈ കാളവണ്ടി പോലുള്ള വണ്ടികളൊക്കെ എന്ത് ചെയ്യണം, പീസുകളാക്കി പല സ്ഥലത്ത് സൂക്ഷിക്കണം. എന്നിട്ട് ഈ സമരം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും ഒരുമിച്ചാക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഗവൺമെൻറ് അത് സീസ് ചെയ്ത് കൊണ്ടുപോകും. ഗാന്ധി വിസിറ്റഡ് ബർദോളി ആൻഡ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദ പെസൻസ്. ഗാന്ധി എന്ത് ചെയ്തു, ബർദോളിയിൽ വന്നിട്ട് ഈ ഒരു സമരക്കാരെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി ദ ഗവൺമെൻറ് റിവോക്ഡ് ദ ഇൻക്രീസ് ടാക്സ്, ദസ് ദ മൂവ്മെൻറ്റ് കൺക്ലൂഡഡ് സക്സസ്ഫുള്ളി. അവസാനം എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ആ ഒരു ഇൻക്രീസ് ചെയ്ത ടാക്സ് റിവോക്ക് ചെയ്യുന്നു, പിൻവലിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് അവസാനം സക്സസ്ഫുള്ളി കൺക്ലൂഡ് ചെയ്യപ്പെടുകയായിരുന്നു. അതായത് അവരുടെ ആവശ്യം എന്തായിരുന്നു, ആ ടാക്സ് പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അത് പിൻവലിച്ചു, ആ മൂവ്മെൻറ്റ് അവസാനിച്ചു. അടുത്ത ലാഹോർ കോൺഗ്രസ്, ദ ടേണിംഗ് പോയിൻറ്റ്. അപ്പോൾ ലാഹോർ കോൺഗ്രസ് സമ്മേളനവും അത് എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് മാറിയത് എന്നുള്ളതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. I must frankly confess that I am a socialist and a republican and am no believer in kings and princes or in the order which produces the modern kings of industry. ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞതായിട്ട് പറയുന്ന വാചകമാണ്. 1929 ഡിസംബറിൽ ലാഹോർ കോൺഗ്രസ് സെക്ഷനിലെ ആനുവൽ സെഷന് വെച്ച് ആ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞെന്ന് പറയപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. അതെന്താണ്, ഞാനൊരു സോഷ്യലിസ്റ്റും റിപ്പബ്ലിക്കനുമാണ്, കിങ്സിലോ പ്രിൻസസിലോ എനിക്ക് വിശ്വാസമില്ല, മോഡേൺ കിങ്സ് ഓഫ് ഇൻഡസ്ട്രി അത് ആ ഒരു കാര്യത്തിലും എനിക്കിതില്ല, വിശ്വാസമില്ല. അതായത് ഈ ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആശയമാണ് തനിക്കുള്ളതെന്നും രാജകുമാരന്മാർ അതുപോലുള്ള ആശയങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലാഹോർ സെക്ഷനിൽ ഉയർന്നു വന്ന മറ്റ് ആവശ്യങ്ങൾ നമുക്ക് എന്തെന്നാണ് നോക്കാം. ദ കോൺഗ്രസ് ഡിമാൻഡഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആ ഒരു ലാഹോർ സെക്ഷനിലൂടെയാണ് 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലൂടെയാണ് കോൺഗ്രസ് ആദ്യമായിട്ട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ് ഡിമാൻഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ആ ലാഹോർ സെക്ഷനിലാണ് ഈ ഒരു പൂർണ്ണ സ്വരാജ് ഡിമാൻഡ് ചെയ്യുന്നത്. 2, ഇറ്റ് എൻട്രസ്റ്റഡ് ഗാന്ധിജി വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ടു ലോഞ്ച് എ മാസ് മൂവ്മെൻറ്റ് ടു അച്ചീവ് ദിസ് ഗോൾ. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, അതായത് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിയെ ഒരു മാസ് മൂവ്മെൻറ്റ് നയിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരെയും സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരെയും ഒത്തുചേർത്ത് ഒരു വലിയൊരു സമരം നയിക്കാനായിട്ട് ആ ഒരു ലാഹോർ സമ്മേളനം എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിയെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ദ ട്രൈക്കളർ ഫ്ലാഗ് വാസ് ഫോർമലി അഡോപ്റ്റഡ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഫോർമലി അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്.
ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത് ലാഹോർ കോൺഗ്രസ് സെഷനിൽ വെച്ചാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ്? ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് ഡിമാൻഡ് ചെയ്യുന്നു. ഈ ഒരു പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിട്ട് ഒരു മാസ് മൂവ്മെൻറ്റ് വേണം. ആ മാസ് മൂവ്മെൻറ്റ് നയിക്കാനായിട്ട് ആരെ ഇൻട്രസ്റ്റ് ചെയ്യുന്നു? ഗാന്ധിജിയെ ഇൻട്രസ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തത് ത്രിവർണ്ണ പതാക ട്രൈക്കളർ ഫ്ലാഗ് ഫോർമലി അഡോപ്റ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ്, ദ സീ റോർ അറ്റ് ദണ്ഡി. Following the decision made at the Lahore Congress, Gandhiji was entrusted with the task of initiating a mass movement for complete independence. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലാഹോർ കോൺഗ്രസ് സെഷനിൽ വെച്ച് ഒരു മാസ് മൂവ്മെൻറ്റ് നയിക്കാനായിട്ട് ഗാന്ധിജി ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സമരങ്ങൾ നടക്കുന്നത്. ബിഫോർ ലോഞ്ചിങ് ദ മൂവ്മെൻറ്റ്, ഗാന്ധിജി സെൻഡ് എ ലെറ്റർ ടു വൈസ്രോയ് ലോർഡ് ഇർവിൻ ഹൈലൈറ്റിംഗ് ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ഇന്ത്യൻസ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നതിന്, ഈ ഒരു മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി അന്നത്തെ വൈസ്രോയ് ആയ ലോർഡ് ഇർവിൻ ഒരു കത്ത് അയക്കുന്നുണ്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിന് കീഴിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ച് വൈസ്രോയ് ലോർഡ് ഇർവിന് ഗാന്ധിജി ഒരു കത്തയക്കുന്നുണ്ട്. ദ ലെറ്റർ ഹിൻഡ് അറ്റ് എ പോസിബിൾ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് ടു എൻഷുർ പാർട്ടിസിപ്പേഷൻ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഗാന്ധിജി ഡിസൈഡ് ടു ബിഗിൻ ദ മൂവ്മെൻറ്റ് ബൈ ബ്രേക്കിംഗ് ദ സോൾട്ട് ലോ. അപ്പോൾ ആ ഒരു കത്തിൽ തന്നെ ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു ഹിൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഊഹങ്ങൾ, ഒരു സൂചനകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലോർഡ് ഇർവിന് ആ ഒരു കത്തിലൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് ആൾക്കാരെ, എല്ലാ സെക്ഷൻസിലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്തത് എന്താണ്? ആദ്യം തിരഞ്ഞെടുത്തത് ബ്രേക്കിംഗ് ദ സോൾട്ട് ലോ, ഉപ്പ് നിയമം ലംഘിക്കുക എന്നുള്ളതായിരുന്നു. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ബ്രേക്ക് ദ സോൾട്ട് ലോ അറ്റ് ദണ്ഡി ബീച്ച് ഇൻ ഗുജറാത്ത്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് എന്താണ്? ഉപ്പ് നിയമം ഗാന്ധിജി ലംഘിക്കാൻ പോകുന്നത് എവിടെ വെച്ചായിരിക്കും? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചായിരിക്കും. For this, Gandhi along with 78 selected volunteers marched to Delhi. അപ്പോൾ ഈ ഒരു ഉപ്പ് നിയമ ലംഘനത്തിന് വേണ്ടിയിട്ട് 78 തിരഞ്ഞെടുക്കപ്പെട്ട അനുയായികളോടൊപ്പം ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്? ദണ്ഡിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട്. Many foreign reporters also arrived to cover the 24-day long walk. അപ്പോൾ ഇത് കവർ ചെയ്യാനായിട്ട്, ഇത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വിദേശത്തു നിന്നുള്ള ഫോറിൻ റിപ്പോർട്ടേഴ്സ് സഹിതം 24 ദിവസത്തെ ഈ ഒരു വാക്ക് കവർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധി അഡ്വൈസ് ദ പീപ്പിൾ ഗ്യാതേർഡ് അലോങ് ദ റൂട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻലിനെസ് ആൻഡ് ദ നീഡ് ടു വിയർ ഖാദി ആൻഡ് ഫോസ്റ്ററിങ് സോഷ്യൽ ഹാർമണി. ഇപ്പോൾ ആ ഒരു മാർച്ചിൽ ഒത്തുകൂടിയ ആൾക്കാരുടെ അടുത്തേക്ക് ഗാന്ധി പറയുന്നുണ്ടായിരുന്നു ആ ഒരു വൃത്തി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഖാദി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, സോഷ്യൽ ഹാർമണി, ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷമൊക്കെ നിലനിർത്തേണ്ട കാര്യങ്ങളൊക്കെ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു. ഓൺ April 6, 1930, ഗാന്ധി ഇനിഷ്യേറ്റഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ബൈ മേക്കിംഗ് സോൾട്ട് ഓൺ ദണ്ഡി ബീച്ച്. അപ്പോൾ April 6, 1930 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ആ ഒരു ഉപ്പ് കുറുക്കി ആ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഗാന്ധി എന്ത് ചെയ്യുകയാണ്? തുടങ്ങുകയാണ്. പാംപ്ലെറ്റ്സ് എക്സ്പ്ലെയിനിങ് ഹൗ ടു മേക്ക് സോൾട്ട്സ് വെയർ പ്രിപ്പയർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു പീപ്പിൾ. എങ്ങനെ ഉപ്പ് നിർമ്മിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു പാംപ്ലെറ്റ് ആക്കി എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് സർപാസ്ഡ് that of the earlier non-cooperation movement. The movement progressed through a combination of civil disobedience and non-cooperation. അപ്പോൾ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് ഉള്ള പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഈ ഒരു ജനപങ്കാളിത്തം എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനേക്കാൾ കൂടുതലായിരുന്നു. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ്, ആ നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ളതും ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഒരു നോൺ കോപ്പറേഷൻ അജണ്ട കൂടിയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഒരു കോപ്പറേഷനും ഇല്ലാതെ പെരുമാറുക എന്നുള്ളതുമായിരുന്നു ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലെ ആ ഒരു തോട്ടെന്ന് പറയുന്നത്. North Western India was one of the major centers of the civil disobedience movement. Khan Abdul Ghaffar Khan led the movement there. He was known as a frontier Gandhi, who led a volunteer force called Khudai Khidmatgar. Let us examine how the various sections of the society participated in the movement. So, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആയിരുന്നു ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലായിരുന്നു, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ആ മൂവ്മെൻറ്റിനെ അവിടെ നയിച്ചിരുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്നാണ്, ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വോളണ്ടിയർ ഫോഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് അനുയായി സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. ഖുദായി ഖിദ്മത്ഗർ എന്നായിരുന്നു ആ ഒരു വോളണ്ടിയർ ഫോഴ്സിൻ്റെ പേര്. അപ്പോൾ എങ്ങനെയാണ് പല സെക്ഷൻസിലുള്ള ആൾക്കാർ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം പെസൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ് ബൈ റെഫ്യൂസിങ് ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ് ആൻഡ് റെൻറ്റ് ടു ദ ലാൻഡ് ലോഡ്സ്. ഇപ്പോൾ പെസൻസ് എങ്ങനെയാണ്
ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കൊടുക്കാൻ റെഫ്യൂസ് ചെയ്യുകയും ലാൻഡ് ലോഡ്സിന് ഭൂവുടമകൾക്ക് വാടക അടയ്ക്കാൻ റെഫ്യൂസ് ചെയ്താണ് ഈ ഒരു മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അടുത്ത ലേബറേഴ്സ് എങ്ങനെയാണ് പങ്കെടുത്തതെന്ന് നോക്കാം. ലേബറേഴ്സ് ഇൻ റെയിൽവേസ്, പോർട്സ് ആൻഡ് മൈൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ്. ദ ലേബർ സ്ട്രൈക്ക് അറ്റ് ഷോളാപൂർ ടേൺഡ് വയലൻറ്റ്. റെയിൽവേസിലും പോർട്സിലും മൈൻസിലും ഒക്കെ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാം ഈ ഒരു മൂവ്മെൻറ്റ് പങ്കാളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മഹാരാഷ്ട്രയിലെ ഷോളാപൂറിൽ നടന്ന ആ ഒരു ലേബർ സ്ട്രൈക്കൊക്കെ ഭയങ്കര വയലൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു. അടുത്ത ട്രൈബൽ പീപ്പിൾ, ദേ വെൻറ്റ് ഇൻ ടു ദ ഫോറസ്റ്റ് ടു കളക്ട് റിസോഴ്സസ് ഡിഫൈയിങ് ഫോറസ്റ്റ് ലോസ്. ഇപ്പോൾ ട്രൈബൽ പീപ്പിൾ എങ്ങനെയാണ് പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ലോസ് വന നിയമങ്ങളൊക്കെ ലംഘിച്ച് ഫോറസ്റ്റിനകത്ത് കയറി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്താണ് ആ ഒരു മൂവ്മെൻറ്റിൽ പങ്കാളിയായത്. വിമൻ ദേ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രോഗ്രാംസ് ഓഫ് ദ മൂവ്മെൻറ്റ് സച്ച് ആസ് സോൾട്ട് മേക്കിംഗ് ആൻഡ് പിക്കറ്റിംഗ് ഷോപ്സ് ആൻഡ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. ഇപ്പോൾ വിമൻ എങ്ങനെയാണ് പങ്കെടുത്തതെന്ന് വെച്ചാൽ സോൾട്ട് മേക്കിങ്ങിലൂടെയും അതുപോലെ തന്നെ ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്സൊക്കെ പിക്കറ്റ് ചെയ്തുമാണ് പങ്കെടുത്തത്. ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ദേ റെഫ്യൂസ് ടു ബൈ ഓർ സെൽ ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ്. ട്രേഡേഴ്സും ഇൻഡസ്ട്രിയലിസ്റ്റും പങ്കെടുത്തത് എങ്ങനെയാണ്, ആ ഒരു ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനോ വിൽക്കാനോ റെഫ്യൂസ് ചെയ്താണ് അവർ പങ്കെടുത്തത്. പീസ് ടോക്സ്. അടുത്ത സമാധാന ചർച്ചകളെക്കുറിച്ചാണ് നമ്മളെടുത്ത് പഠിക്കാൻ പോകുന്നത്. The civil disobedience movement convinced the British that it was inevitable to transfer at least some power to Indians. As a result, discussions known as round table conferences were held in London. The Congress boycotted the first round table conference in 1930. In this context, the government started efforts to end the civil disobedience movement and to include a Congress representative in the second round table conference. As part of this, Gandhi-Irwin Pact was signed. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് കടന്നുവരവോടുകൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുകയാണ് എന്താണ്, കുറച്ച് പവറെങ്കിലും ഇന്ത്യൻസിന് ട്രാൻസ്ഫർ ചെയ്യാതെ ഇനി പറ്റില്ല. അങ്ങനെ ലണ്ടനിൽ വെച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ആദ്യത്തെ സമ്മേളനം 1930 നടന്ന ആദ്യത്തെ സമ്മേളനം കോൺഗ്രസ് ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് എങ്ങനെയും എൻഡ് ചെയ്യണമെന്ന ബോധ്യം ആ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുണ്ടാകുകയും ഒരു കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവിനെയും കൂടി ഉൾപ്പെടുത്തി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വെച്ചാണ് ഗാന്ധി-ഇർവിൻ പാക്ട്, അതായത് ഗാന്ധി-ഇർവിൻ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ ഈ പാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാർച്ച് 5, 1931 ഈ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്, ദ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് വാസ് സസ്പെൻഡഡ്. ആദ്യത്തെ കാര്യം, ആ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം സസ്പെൻഡ് ചെയ്യുന്നു. 2, ഗാന്ധിജി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. രണ്ടാമത്തെ ആ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബട്ട് ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എൻഡഡ് അൺസക്സസ്ഫുള്ളി ആൻഡ് ദ കോൺഗ്രസ് ബോയ്ക്കോട്ടഡ് ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഗാന്ധി-ഇർവിൻ പാക്റ്റിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് നടത്തും, സസ്പെൻഡ് ചെയ്യും. 2, ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കും. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്തായി, ഒരു അൺസക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് 3ാമത്തെ വട്ടമേശ സമ്മേളനം ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. ദ പാത്ത് ഓഫ് ആർംഡ് സ്ട്രഗിൾ. ഇനി സായുധ സമരങ്ങളുടെ ആ ഒരു വഴികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Along with the methods of struggle advocated by Congress and Mahatma Gandhi, many people adopted different approaches to achieve the goal of freedom. അപ്പോൾ ഈ കോൺഗ്രസ് മഹാത്മാഗാന്ധി നടത്തി വന്ന ഒരു അഹിംസാടിസ്ഥാനത്തിലുള്ള സ്ട്രഗിളിന് പുറമെ പല ആൾക്കാരും പല അപ്രോച്ചാണ് ഈ ഫ്രീഡം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയത്. ഇൻസ്റ്റെഡ് ഓഫ് ഗാന്ധിജീസ് നോൺ വയലൻറ്റ് അപ്രോച്ച്, സം പീപ്പിൾ അഡോപ്റ്റഡ് ദ പാത്ത് ഓഫ് റെവല്യൂഷൻ. മോസ്റ്റ് ഓഫ് ദീസ് റെവല്യൂഷണറീസ് വെർ യങ്. അപ്പോൾ ഈ ഒരു ഗാന്ധിയുടെ നോൺ വയലൻറ്റ് അപ്രോച്ചിന് വിരുദ്ധമായിട്ട് പലരും എന്ത് ചെയ്തു, റെവല്യൂഷൻ, ആ ഒരു വിപ്ലവത്തിലൂടെ ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ റെവല്യൂഷണറീസ് ആയിട്ട് വന്ന, വിപ്ലവകാരികളായിട്ട് വന്നവർ മുഖ്യതും യൂത്തായിരുന്നു, യങ് പീപ്പിളായിരുന്നു. ദ സക്സസ് ഓഫ് ദ റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ദ സഡൻ വിഡ്രോവൽ ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഹാഫ് വേ വെർ അമംഗ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ പാത്ത് ഓഫ് റെവല്യൂഷൻ. ഈ റെവല്യൂഷനിലേക്ക് നയിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ആ ഒരു വിജയവും അതുപോലെ തന്നെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പകുതി വഴിക്ക് നിർത്തിയത് മൂലമുണ്ടായ അമർഷവും കാരണമാണ് ഈ റെവല്യൂഷൻ്റെ വഴിയിലേക്ക് കുറേ പേര് തിരിയാൻ കാരണം. ഫോളോയിങ് ദിസ്, എ റെവല്യൂഷണറി ഓർഗനൈസേഷൻ നെയിംഡ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വാസ് ഫോംഡ് ഇൻ 1924. അപ്പോൾ ഇത് കാരണം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വിപ്ലവ സംഘടന ഫോം ചെയ്യുന്നുണ്ട്. 1924 ഫോം ചെയ്യുന്നത്. സം മെമ്പേഴ്സ് അറ്റംപ്റ്റഡ് ടു റോബ് ദ ഫണ്ട്സ് ഓഫ് ദ റെയിൽവേ അറ്റ് കക്കോരി ഇൻ ഉത്തർപ്രദേശ് ടു ഫിനാൻസ് ദെയർ ആക്ടിവിറ്റീസ്.
However, a few were arrested. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അസോസിയേഷൻ്റെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കക്കോരി എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ കക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ ഫണ്ടുകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആക്ടിവിറ്റീസിന് ഫിനാൻസ് ആയിട്ടാണ് ഈ ഒരു ഫണ്ടുകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദ റവല്യൂഷണറി ആക്ടിവിറ്റീസ് ദാറ്റ് ഫേസ്ഡ് എ സെറ്റ് ബാക്ക് ആഫ്റ്റർ ദ കക്കോരി ഇൻസിഡൻറ്റ് റിഗെയിൻ മൊമെൻറ്റം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഭഗത് സിംഗ്. അപ്പോൾ ഈ കക്കോരി ഇൻസിഡൻറ്റിന് ശേഷം ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസിനൊക്കെ എന്തുണ്ടായി, ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. ആ ഒരു കക്കോരി ഇൻസിഡൻറ്റ് ഫെയിൽ ആയതോടുകൂടി ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസിനൊക്കെ. അപ്പോൾ അതിന് വീണ്ടും മൊമെൻറ്റം ലഭിക്കുന്നത് ഭഗത് സിംഗ് കടന്നു വരുന്നതോടുകൂടിയാണ്. ഇൻ 1928 ഭഗത് സിംഗ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ഫൗണ്ടഡ് ദ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ദ ടു മേജർ ആക്ഷൻസ് carried out by the revolutionaries under the Bhagat Singh's leadership were a police officer named Sanders, who had participated in the Lathi charge that led to the death of Lala Lajpat Rai, was shot dead. A bomb was thrown into the Central Legislative Assembly hall. അപ്പോൾ 1928 ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ കുറച്ച് അസോസിയേറ്റ്സും ചേർന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഫോം ചെയ്യുന്നു. അവർ പ്രധാനമായിട്ടും 2 ആക്ഷൻസാണ് ക്യാരി ഔട്ട് ചെയ്തത്. ആദ്യത്തത് ലാലാ ലജ്പത് റായ് മരിക്കാനിടയായ ലാത്തി ചാർജിന് പങ്കെടുത്ത സോണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നു. 2 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിലേക്ക് ബോംബ് എറിഞ്ഞു. ഫോളോയിങ് ദിസ് ദ ബ്രേവ് റവല്യൂഷണറീസ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഹു വെർ അറസ്റ്റഡ്, tried and executed on March 23, 1931. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് റവല്യൂഷണറീസ് ആയിരുന്ന ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തുകയും മാർച്ച് 23, 1931 തൂക്കിലേറ്റുകയും ചെയ്തു. Revolutionary activity was particularly prominent in Bengal during this period. The looting of Chittagong Armory by the revolutionary led by Surya Sen shocked the government. The involvement of women in revolutionary activities was also noteworthy. The prominent among them were Preetilata Vadedhar, Kalpana Dutt and Bina Das. അപ്പോൾ റവല്യൂഷണറി ആക്ടിവിറ്റീസ് ബംഗാളിലും ഈ ഒരു സമയത്ത് പ്രോമിനൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ചിറ്റഗോങ് ആർമോറി സൂര്യ സെൻ്റെ നേതൃത്വത്തിലുള്ള റവല്യൂഷണറീസ് എന്ത് ചെയ്യുന്നുണ്ട്, ലൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിമൻ റവല്യൂഷണറി ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോട്ടബിളായിട്ട് നമ്മൾ പറയേണ്ടത് പ്രീതിലത വഡേദാർ, കൽപ്പന ദത്ത് ആൻഡ് ബിനാ ദാസ്. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. The success of Russian Revolution in 1917 and the spread of socialist ideas led to the formation of Congress Socialist Party. അപ്പോൾ 1917 റഷ്യൻ റവല്യൂഷൻ്റെ സക്സസ്സും അതുപോലെ തന്നെ ഈ കോൺഗ്രസിനകത്ത് തന്നെ സോഷ്യലിസ്റ്റ് ഐഡിയാസ് വളർന്നു വന്നതും വഴി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഫോം ചെയ്തെടുക്കുകയാണ്. ദ CSP വാസ് ഫോംഡ് ബൈ ദോസ് വിത്തിൻ ദ കോൺഗ്രസ് ഹു ആർ ഇൻക്ലൈൻ ടുവേർഡ്സ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്. അപ്പോൾ സോഷ്യലിസ്റ്റ് ചായ്വ് പ്രകടിപ്പിച്ച കോൺഗ്രസിനകത്ത് നിന്നുള്ള ആളുകൾ തന്നെയാണ് CSP ഫോം ചെയ്യുന്നത്. ജയപ്രകാശ് നാരായൺ ബിക്കെയിം ദ ഫസ്റ്റ് സെക്രട്ടറി. അപ്പോൾ ഈ CSP കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ദ പാർട്ടി എയിം ടു എസ്റ്റാബ്ലിഷ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ബൈ കൗണ്ടറിങ് ക്യാപിറ്റലിസം ആൻഡ് ലാൻഡ് ലോഡ്സം. ജന്മിത്തവും അതുപോലെ തന്നെ എന്താണ് ആ ഒരു ക്യാപിറ്റലിസവും മുതലാളിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി വാസ് ഏബിൾ ടു ഓർഗനൈസ് ദ വർക്കേഴ്സ് ആൻഡ് പെസൻസ് ആൻഡ് അഡ്രസ് ദെയർ കൺസേൺസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വർക്കേഴ്സിനെയും തൊഴിലാളികളെയും കൃഷിക്കാരെയൊക്കെ ഓർഗനൈസ് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. അടുത്ത പെസൻ മൂവ്മെൻ്റ് ആണ്. Leaders including Gandhiji recognized that peasants' participation was crucial for strengthening the national movement. At the time, the farmers faced numerous hardships. The major ones included excessive taxations, exploitation by landlords, eviction. അപ്പോൾ ഗാന്ധിജി പോലുള്ള ഒരുപാട് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെസൻ മൂവ്മെൻറ്റ്, ആ ഒരു കർഷകരുടെ ആ ഒരു പങ്കാളിത്തം ഇതിനകത്ത് നാഷണൽ മൂവ്മെൻറ്റിൽ വേണം, അല്ലെങ്കിൽ അത് ക്രൂഷ്യലാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫാർമേഴ്സ് ഒരുപാട് ഹാർഡ്ഷിപ്സ്, ഒരുപാട് ദുരിതങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ടതായിരുന്നു എക്സസീവ് ടാക്സേഷൻ, ഒരുപാട് ഉയർന്ന റേറ്റിലുള്ള ടാക്സേഷൻ, ലാൻഡ് ലോഡ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, എവിക്ഷൻ, എന്താണ് കുടിയൊഴിപ്പിക്കൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. In the 1920s, farmers started organizing themselves by forming Kisan Sabhas. അപ്പോൾ 1920 ഫാർമേഴ്സ് തന്നെ ഒരു തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്, കിസാൻ സഭകളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ദ മൂവ്മെൻറ്റ് ഇൻ അവധ് ഉത്തർപ്രദേശ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് വാസ് നോൺ ആസ് ഏക മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിലെ അവധിലൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതിനെയാണ് ഏക മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. The formation of All India Kisan Sabha in 1936 marked a significant milestone in the history of the peasant movement. 1936 ഫോം ചെയ്ത ഓൾ ഇന്ത്യ കിസാൻ സഭ ഇതിനകത്ത് തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താം. പെസൻ മൂവ്മെൻറ്റിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താം. In the 1940s, the peasant uprising played a crucial role in the country's path to freedom.
The Thebaga movement in Bengal and the Telangana movement in Andhra were prominent ones among the later peasant movements. അപ്പോൾ 1940 കൺട്രിയുടെ ഫ്രീഡം പാത്തിലൊക്കെ ഒരുപാട് ക്രൂഷ്യലായിട്ട് പ്രവർത്തിച്ചത് ഈ ഒരു പെസൻ്റ് അപ്രൈസിംഗ് ആയിരുന്നു. അതിനകത്ത് രണ്ടെണ്ണം നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഥേബാഗ മൂവ്മെൻറ്റ്, ബംഗാളിൽ നടന്ന ഥേബാഗ മൂവ്മെൻറ്റും ആന്ധ്രയിൽ നടന്ന തെലങ്കാന മൂവ്മെൻറ്റും പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതാണ്. ലേബറേഴ്സ് ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്, അടുത്ത ലേബറേഴ്സ് തൊഴിലാളികൾ ഓർഗനൈസ്ഡ് ആകുന്നു, അതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിത്തിൻ ദ അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് എ മോഡേൺ വർക്കിംഗ് ക്ലാസ് എമേർജ്ഡ് ഇൻ ഇന്ത്യ. കീ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ലേബറേഴ്സ് ഇൻക്ലൂഡ് ലോ വേജസ്, എക്സസീവ് വർക്കിംഗ് ഹവേഴ്സ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ലേബറേഴ്സ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന വഴി മോഡേൺ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ കടന്നുവരവോടുകൂടി ഇന്ത്യയിലും ഒരു മോഡേൺ വർക്കിംഗ് ക്ലാസ് എമർജ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത് കുറഞ്ഞ വേതനം, ദൈർഘ്യമേറിയ എക്സസീവായിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ്, പിന്നെ വിമൻസും ചൈൽഡ് ലേബേഴ്സും ഒക്കെ അനുഭവപ്പെടുന്ന എക്സ്പ്ലോയിറ്റേഷൻസ്. ദ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നാഷണൽ ബേസിൽ ഫോം ചെയ്ത ആദ്യത്തെ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദ സ്ട്രൈക്സ് ഓഫ് റെയിൽവേസ് ആൻഡ് ടെലിഗ്രാഫ് വർക്കേഴ്സ് ഇൻ ദ പോസ്റ്റ് വേൾഡ് വാർ II ഷോക്ക്ഡ് ഇന്ത്യ. In 1946, a strike organized by laborers in Bombay in support of Royal Indian Navy mutiny led to violence. അപ്പോൾ ഈ വേൾഡ് വാർ II ശേഷം ഒരുപാട് റെയിൽവേ ടെലിഗ്രാഫ് വർക്കേഴ്സിൻ്റെയൊക്കെ സമരങ്ങൾ നടക്കുന്നുണ്ട്. 1946 റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബോംബെയിൽ ലേബറേഴ്സ് നടത്തിയ സ്ട്രൈക്കൊക്കെ വയലൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അടുത്ത ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് വാർ II, ഇന്ത്യ സപ്പോർട്ട് ബിക്കെയിം ക്രൂഷ്യൽ ഫോർ ബ്രിട്ടൻ. ടു സെക്യൂർ ദിസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് came to India. However, Cripps failed to persuade Indian leaders through negotiations. This marked the beginning of the final mass movement led by Gandhiji. അപ്പോൾ ഈ രണ്ടാം ലോകമായുധം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടന് മനസ്സിലായി എന്താണ് ഇന്ത്യയുടെ സപ്പോർട്ട് വളരെ ക്രൂഷ്യലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ക്രിപ്സ് ഇന്ത്യൻ ലീഡേഴ്സിനെയൊക്കെ നെഗോസിയേഷൻസിലൂടെയൊക്കെ പെർസ്യൂഡ് ചെയ്യുന്നതിൽ എന്ത് ചെയ്തു, ഫെയിലായിപ്പോയി. അതായത് അവരെ മനസ്സിലാക്കിയെടുക്കുന്നതിലൊക്കെ ക്രിപ്സ് അങ്ങ് ഫെയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ഗാന്ധി എന്ത് ചെയ്യുകയാണ്, പുതിയൊരു ഫൈനൽ മാസ് മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ദ എക്സെപ്റ്റ് എബോ ഈസ് ഫ്രം ഗാന്ധീസ് അഡ്രസ് ടു ദ പബ്ലിക് ഇൻ മുംബൈ ഓൺ August 8, 1942, വിച്ച് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഗാന്ധിജി ആ ഒരു മുംബൈയിൽ 1942 August 8 ആ ഒരു പബ്ലിക് ഗ്യാതറിങ്ങിനെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞ ആ ഒരു വാക്കുകളാണിത്. Here is a mantra, a short one that I give you. You may imprint it on your heart and let every breath of yours give expression to it. The mantra is do or die. We shall either free India or die in the attempt. We shall not live to see the perpetuation of our slavery. ഇപ്പോൾ പറയുകയാണ് എന്താണ്, ഞാനൊരു മന്ത്രം പറയാം. ഈ മന്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധി പറഞ്ഞതാണ്. ആ മന്ത്രം എന്താണ്, ഡു ഓർ ഡൈ. അതായത് ഒന്നുകിൽ ഇന്ത്യ സ്വതന്ത്രമായി തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ ആ അറ്റംപ്റ്റിൽ മരിക്കും എന്ന് പറഞ്ഞാണ് ആ ഒരു മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ദ മൂവ്മെൻറ്റ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി ഇവൻ ദോ ലീഡേഴ്സ് ഇൻക്ലൂഡിങ് ഗാന്ധിജി വേർ ഇംപ്രസൻറ്റ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഗാന്ധിജി പോലുള്ള ലീഡേഴ്സ് അകത്തായിട്ടും അല്ലെങ്കിൽ ഇംപ്രസൻഡ് ആയിട്ടും ജയിലിലായിട്ടും എന്ത് ചെയ്യാണ്, നടന്നു പോവുകയാണ്. അപ്പോൾ അതിന് കാരണമായ സ്റ്റുഡൻസ്, യങ് യൂത്ത്, വർക്കേഴ്സ് ആൻഡ് വിമൻ ഓൾ ടുക്ക് അപ്പ് ദ സ്ട്രഗിൾ ആൻഡ് ക്യാരിഡ് ഇറ്റ് ഫോർവേഡ്. അപ്പോൾ ഇതുപോലുള്ള ലീഡേഴ്സ് അകത്തായിട്ട് എന്ത് ചെയ്തു, ഈ വിദ്യാർത്ഥികളും യുവാക്കളും വർക്കേഴ്സും വിമനും എല്ലാം ഈ സ്ട്രഗിളിൻ്റെ ഭാഗമാവുകയും അത് മുന്നോട്ട് നയിക്കുകയും ചെയ്തു. പോസ്റ്റ് ഓഫീസസ്, ടെലിഗ്രാഫ് ഓഫീസസ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻസ് വേർ ടാർഗറ്റഡ്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഓഫീസുകൾ, ടെലിഗ്രാഫ് ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹിയ, അരുണ ആസഫ് അലി, സുജേത കൃപലാനി led the struggle from hiding. They communicated with activists through Congress radio, which operated secretly from Bombay. അപ്പോൾ ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹിയ, അരുണ ആസഫ് അലി, സുജേത കൃപലാനി തുടങ്ങിയവരൊക്കെ ഈ സ്ട്രഗിൾസിൽ പങ്കെടുക്കുന്നുണ്ട്. ഒളിവിൽ കഴിഞ്ഞാണ് ഈ ഒരു സ്ട്രഗിൾസിൽ പങ്കെടുക്കുന്നത്. ഈ ആക്ടിവിസ്റ്റിൻ്റെ അടുത്തൊക്കെ കോൺഗ്രസ് റേഡിയോയിലൂടെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. Although the struggle turned violent in several areas, Gandhiji did not condemn it. He alleged that it was brutality of the government that provoked the people. He declined pressure from the government to denounce the violence and instead declared 21-day fast in jail. International newspapers demanded Gandhiji's release, but he completed the fast by overcoming all odds. അപ്പോൾ ഈ സ്ട്രഗിൾസ് പല സമയത്തും വയലൻ്റ് ആവുന്നുണ്ട്, പല സമയത്തും ഇത് വയലൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ Gandhi did not condemn it. He alleged that it was the brutality of the government that provoked the people. അപ്പോൾ ഗാന്ധി അതിനെ കണ്ടം ചെയ്യുന്നില്ല, ആ ഒരു സ്ട്രഗിൾസിനെയൊക്കെ തള്ളി പറയുന്നില്ല. അപ്പോൾ അവരെന്താണ് ചെയ്തത്, അത് ആ ഒരു ഗവൺമെൻറ് ബ്രൂട്ടാലിറ്റി കാരണം
ജനങ്ങൾ പ്രൊവോക്ക് ആകപ്പെടുകയാണ് എന്നാണ് ഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞത്. ഹി ഡിക്ലൈൻ പ്രഷർ ഫ്രം ദ ഗവൺമെൻറ് ടു ഡിനൗൺസ് ദ വയലൻസ് ആൻഡ് ഇൻസ്റ്റഡ് ഡിക്ലെയർഡ് എ 21 day ഫാസ്റ്റ് ഇൻ ജയിൽ. അപ്പോൾ ജനങ്ങൾ ഗവൺമെൻറ് ഗാന്ധിയെ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു വയലൻസിനെ എതിർത്ത് പറയണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി എന്താണ് പറഞ്ഞത്? അതിനെതിരെ ഞാനൊരു 21 ദിവസത്തെ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. അതായത് ഗാന്ധി പറഞ്ഞത് ഗവൺമെൻറ് ജനങ്ങൾക്കെതിരെ ബ്രൂട്ടാലിറ്റി കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊവോക്കേഷനായിട്ടാണ് പീപ്പിൾ തിരിച്ച് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പല ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഗാന്ധിജിയുടെ റിലീസൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു എതിർപ്പുകൾക്കിടയിലെല്ലാം കൂടി നിന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജി ആ ഒരു നിരാഹാര സമരം 21 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സർട്ടൺ ഏരിയാസ് വെയർ ലിബറേറ്റഡ് ഫ്രം ബ്രിട്ടീഷ് കൺട്രോൾ ആൻഡ് ടെമ്പററി ഗവൺമെൻറ്റ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദോസ് റീജിയൻ. അപ്പോൾ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സമയത്ത് ബ്രിട്ടീഷ് കൺട്രോളിൽ നിന്ന് ചില ഏരിയാസ് എല്ലാം ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പററി ഗവൺമെൻറ്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. ബലിയ. ഇൻ ബലിയ ഉത്തർപ്രദേശ് എ പാരലൽ ഗവൺമെൻറ് വാസ് എസ്റ്റാബ്ലിഷ് അണ്ടർ ചിറ്റു പാണ്ഡെ. അതിലൊന്നാണ് ബലിയ. ബലിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചിറ്റു പാണ്ഡെയുടെ കീഴിൽ, ഉത്തർപ്രദേശിലെ ബലിയയിൽ ചിറ്റു പാണ്ഡെയുടെ കീഴിൽ ഒരു പാരലൽ ഗവൺമെൻറ് അധികാരത്തിലെത്തുന്നുണ്ട്. സത്താരയിൽ എന്തുണ്ട്? നാനാ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നുണ്ട്, പാരലൽ ഗവൺമെൻറ് ഫോം ചെയ്യുന്നുണ്ട്. തംലൂക്കിൽ, ബംഗാളിലാണ് തംലൂക്ക്, പാരലൽ ഗവൺമെൻറ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. The importance of Quit India movement is that it made freedom an urgent goal. Transfer of power became inevitable. Subsequent developments underlined this. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യം ഒരു അർജൻറ്റ് ഗോളാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കേണ്ടതാണ് എന്ന് ഒരു ബോധ്യമുണ്ടായി. ട്രാൻസ്ഫർ ഓഫ് പവർ ഇനി ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഒരു അധികാര കൈമാറ്റം ഇനി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് ബ്രിട്ടനും ബോധ്യമായി. അപ്പോൾ അതിനുശേഷം വന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ ഡൽഹി ചലോ. India's last war of independence has begun, father of our nation. In this holy war of India's liberation, we ask for your blessings and good wishes. അപ്പോൾ ഇതെന്താണ്? ആസാദ് ഹിന്ദ് റേഡിയോയിൽ സുഭാഷ് ചന്ദ്രബോസ് ജൂലൈ 6, 1944 മഹാത്മാഗാന്ധി അഡ്രസ്സ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് എന്താണ്? നമ്മുടെ അവസാനത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ യുദ്ധം ആരംഭിക്കുകയാണ്. രാഷ്ട്രപിതാവ് എന്ത് ചെയ്യണം? അതിനുള്ള അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയെ ആ ഒരു അഡ്രസ്സ് ചെയ്തുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ജൂലൈ 6, 1944 പറഞ്ഞ വാക്കുകളാണ്. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ പറഞ്ഞ വാക്കുകളാണ്. സുഭാഷ് ചന്ദ്രബോസ് വാസ് എ ലീഡർ ഹു ടുക്ക് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാത്ത് ഫോർ ഇന്ത്യ സ്ട്രഗിൾ. ഹി സെർവ്ഡ് ട്വൈസ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ്. ഫോളോയിങ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വിത്ത് ഗാന്ധിജി, ഹി റിസൈൻഡ് ഫ്രം ദ കോൺഗ്രസ് ആൻഡ് ഫോംഡ് ദ ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടൊരു പാത്ത് തിരഞ്ഞെടുത്ത ആളാണ്. 2 പ്രാവശ്യം കോൺഗ്രസിന് പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി സ്ഥാപിക്കുകയാണ് ചെയ്തത്. During World War II, Subhash Chandra Bose, who reached Singapore, took up the leadership of Indian National Army. അപ്പോൾ 2ാം ലോക മഹായുദ്ധ കാലത്ത് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നുണ്ട്? സിംഗപ്പൂരിലെത്തുകയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹി റീഓർഗനൈസ് ദ INA ആൻഡ് മാർച്ച് ടു ഇന്ത്യ വിത്ത് ദ ജപ്പാനീസ് ആർമി. അപ്പോൾ INA റീഓർഗനൈസ് ചെയ്ത് ഇന്ത്യയിലേക്ക് ജാപ്പനീസ് ആർമിയുമായിട്ട് മാർച്ച് ചെയ്യുന്നുണ്ട്. ഹവർ ഹിസ് എഫേർട്സ് കുഡ് നോട്ട് ഓവർകം ദ ഹെവി റെസിസ്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ആർമി. പക്ഷേ ഇങ്ങനത്തെ എഫേർട്ട് എടുത്തിട്ടും ബ്രിട്ടീഷ് ആർമിയുടെ ആ റെസിസ്റ്റൻസിനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. Though the INA failed to achieve the goal of independence, it generated enthusiasm among the people during the final stage of the freedom movement. അപ്പോൾ INAക്ക് ആ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ സമയത്ത് ആ ഒരു വാറിലൂടെ കഴിഞ്ഞില്ല എങ്കിലും അതെന്ത് ചെയ്തു? ജനങ്ങളുടെ ഒരു എന്തൂസിയാസം ക്രിയേറ്റ് ചെയ്തെടുത്തു. ഈ ഒരു ഫ്രീഡം മൂവ്മെൻറ്റ് ഫൈനൽ സ്റ്റേജിൽ ആ ഒരു ജനങ്ങളിലേക്ക് ആ ഒരു എന്തൂസിയാസം പകരാൻ ആ ഒരു മൂവ്മെൻറ്റിന് കഴിഞ്ഞു. ആഫ്റ്റർ World War II, the INA soldiers held the captives by the British were tried at the Red Fort in Delhi. വേൾഡ് വാർ 2 ശേഷം INA സോൾജേഴ്സ് പിടിച്ചെടുത്ത INA സോൾജേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിചാരണ നടത്തുന്നുണ്ട്. ദ കൺട്രി വിറ്റ്നസ് വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് എ ട്രയൽ ഓഫ് കേണൽ പ്രേം സഹഗൽ ആൻഡ് കേണൽ GS Dhillon and Shah Nawaz Khan. During the trial, the Congress leaders, including Jawaharlal Nehru, appeared in the court. Pamphlets with the slogans "Not traitors but patriots" were widely circulated. The agitation over the trial of INA soldiers posed a significant challenge to the British government after World War II. അപ്പോൾ ഈ ഒരു ട്രയലിൻ്റെ സമയത്ത് പ്രധാനമായിട്ടും സമരങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രേം സഹഗൽ, കേണൽ GS Dhillon, ഷാ നവാസ് ഖാൻ തുടങ്ങിയവരുടെ ട്രയലിലൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഈ ട്രയലിൻ്റെ സമയത്ത് കോൺഗ്രസ് ലീഡേഴ്സ്, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാം കോർട്ടിൽ വരുന്നുണ്ട്. ഈ പാംപ്ലെറ്റ്സും സ്ലോഗൻസും ഒക്കെ പറയുന്നുണ്ട്. അതായത് ട്രൈറ്റേഴ്സ് അല്ല, അവരെന്താണ്? പാട്രിയോട്സ് ആണ്. അവർ വഞ്ചകരല്ല, പകരം എന്താണ്? രാജ്യത്തോട് സ്നേഹമുള്ള ആൾക്കാരാണ് എന്ന് ഉള്ള പാംപ്ലെറ്റ്സ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
ഇപ്പോൾ ഈ INA സോൾജേഴ്സിൻ്റെ ട്രയലിനെതിരെയുള്ള അജിറ്റേഷൻസ് ഒക്കെ നടക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അടുത്തൊരു സിഗ്നിഫിക്കൻറ്റ് ചലഞ്ച് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ ആണ് ഈ ഒരു ചലഞ്ച് കൂടെ വരുന്നത്. ടുവേഴ്സ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്ക്. വേൾഡ് വാർ II ആൻഡ് ദ ആൾട്ടേർഡ് ഗ്ലോബൽ സർക്കംസ്റ്റാൻസസ് ആക്സലറേറ്റഡ് ദ ജേർണി ടുവേഴ്സ് ഫ്രീഡം. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആ ഒരു ആഗോള സംവിധാനങ്ങൾ, ആഗോള സർക്കംസ്റ്റാൻസ് ഒക്കെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ജേർണി കൂടുതൽ ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കുറച്ചുകൂടെ സ്പീഡ് കൂടുന്നുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ. ലോർഡ് വേവൽ, ദ ദെൻ വൈസ്രോയി, പുട്ട് ഫോർവേഡ് സർട്ടൻ പ്രൊപ്പോസൽസ് ഇൻ ഹിസ് ഡിസ്കഷൻ വിത്ത് ദ ഇന്ത്യൻ ലീഡേഴ്സ്. അപ്പോൾ ലോർഡ് വേവൽ, അന്നത്തെ വൈസ്രോയി, കുറേ കാര്യങ്ങളൊക്കെ, കുറേ പ്രൊപ്പോസൽസൊക്കെ ഫ്രണ്ടോട്ട് വയ്ക്കുന്നുണ്ട്. ഓൾസോ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ സിംല ഇൻ ജൂൺ 1945 ടു ഡിസ്കസ് 3 പ്രൊപ്പോസൽസ്. It ended without a resolution. Given below are some significant developments after the Simla Conference. അപ്പോൾ 1945 ജൂണിൽ സിംല കോൺഫറൻസ് നടക്കുകയും അതിനകത്ത് കുറേ റെസൊല്യൂഷൻസ് ഒന്നും പാസ്സായില്ലെങ്കിൽ കുറേ പ്രൊപ്പോസൽസ് വരികയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. 3 കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റ് മിഷൻ, മാർച്ച് 1946. The cabinet mission, which included 3 members from the British cabinet, reached India to discuss the transfer of power. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ നിന്ന് 3 മെമ്പേഴ്സാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ആ ഒരു പവർ ട്രാൻസ്ഫർ ഡിസ്കസ് ചെയ്യാനായിട്ടായിരുന്നു. എത്തിയത് ആരൊക്കെയായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, അതായിരുന്നു ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ക്യാബിനറ്റ് മിഷൻ്റെ മെമ്പേഴ്സ്. ദ കീ പ്രൊപ്പോസൽസ് ഇൻക്ലൂഡഡ് ഫോർമേഷൻ ഓഫ് ആൻ ഇൻറ്ററിം ഗവൺമെൻറ് അണ്ടിൽ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ആൻഡ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് ഡ്രാഫ്റ്റിംഗ് അസംബ്ലി ഫോർ എ ഡ്രാഫ്റ്റിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. അപ്പോൾ അതിനകത്ത് പ്രൊപ്പോസൽസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്ററിം ഗവൺമെൻറ് വേണം, ഒരു ഇടക്കാല ഗവൺമെൻറ് വേണം, അതുപോലെ തന്നെ എന്തായിരുന്നു, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ഡ്രാഫ്റ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് കീ പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. അടുത്ത 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൺ പ്ലാൻ. ദ പ്രൊപ്പോസൽ വാസ് പുട്ട് ഫോർവേഡ് ബൈ ലോർഡ് മൗണ്ട് ബാറ്റൺ, ലാസ്റ്റ് വൈസ്രോയി. ഇറ്റ് പ്രൊപ്പോസ് പാർട്ടീഷനിങ് ദ കൺട്രി ഇൻ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആൻഡ് ഗ്രാൻഡിങ് ദം ഇൻഡിപെൻഡൻസ്. അപ്പോൾ മൗണ്ട് ബാറ്റൺ പ്ലാനിൽ എന്താണ് പറയുന്നത്, അത് പുട്ട് ഫോർവേഡ് ചെയ്തത് അന്നത്തെ വൈസ്രോയി ആയിരുന്നു, ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് അത് പുട്ട് ഫോർവേഡ് ചെയ്തത്. അപ്പോൾ അതിനകത്താണ് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനെ കുറിച്ചും അവരുടെ 2 പേർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ്, ഓഗസ്റ്റ് 15, 1947. അപ്പോൾ ഓഗസ്റ്റ് 15, 1947 എന്ത് ചെയ്യുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു അധികാരത്തിലെത്തുകയാണ്. The Indian freedom movement was one of the greatest mass movements witnessed by the modern world. It can be seen that the anti-British struggle that lasts for years always upheld certain values: non-violence, democracy, national unity, secularism, pluralism, social justice, economic self-sufficiency, and some of the values promoted during the Indian freedom movement. By embracing these values, each of us can contribute to the nation's building progress. അപ്പോൾ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ ഒരുപാട് വാല്യൂസ് അടിസ്ഥാനത്തിലായിരുന്നു. നോൺ വയലൻസ്, ഡെമോക്രസി, നാഷണൽ യൂണിറ്റി തുടങ്ങിയ ഒരുപാട് വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഈ വാല്യൂസിനെയൊക്കെ എംബ്രേസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്തിൻ്റെ സംഭാവനയ്ക്കായിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.